ഇഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനോടൊപ്പം തന്നെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അപ്പോൾ ഇന്ന് ഓണായതുകൊണ്ട് ഇന്നൊരു വെറൈറ്റി പായസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ഈ ഒരു പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു അരക്കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു കപ്പിൻ്റെ അളവിനാണ് കേട്ടോ ഈ ഒരു കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് ചെറുപയർ ചേർത്ത് കൊടുക്കുകയാണ്. പച്ച കളറിലുള്ള ഒരു പയറുണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അരക്കപ്പ് ചവരിയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കഞ്ഞിയൊക്കെ വയ്ക്കുന്ന ആ ഒരു അരി ഉണ്ടല്ലോ, അതും ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് കഴുകിയെടുക്കാം. അപ്പോൾ ഇതാണ്ട് ഇവിടെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇതാണ്ട് ഇതുപോലൊരു കുക്കർ എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് ഇതൊന്ന് വെന്ത് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാത്രത്തിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവാനായിട്ട് അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന നേരത്ത് കുറച്ചധികം ഒഴിച്ചു കൊടുത്തോളൂ. പിശുക്കൊന്നും കാണിക്കേണ്ട. വെന്ത് വരുന്ന നേരത്ത് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കിലോളം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലൊരു കല്ല് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് ഇടിച്ച് പൊട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ആ പെട്ടെന്ന് അങ്ങ് അലിഞ്ഞ് കിട്ടും. എന്നിട്ട് ഇതും കൂടി അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പോൾ രണ്ടും ഞാൻ ഇതാണ്ട് ഇവിടെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് രണ്ടും റെഡി ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ശർക്കരയൊക്കെ നന്നായിട്ട് അങ്ങ് ഉരുകി വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ പയറും കടലപ്പരിപ്പും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെയാണ് വെന്ത് കിട്ടേണ്ടത്, അല്ലാതെ ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിന് ഈ ഒരു സമയത്ത് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു 100 ഗ്രാം നെയ്യ് എടുത്തിട്ടുണ്ട്. അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നെയ്യ് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെയൊക്കെ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയും കൂടെയൊക്കെ ഒന്നിട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഞാനത് ചെയ്യുന്നില്ല. ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് വറുത്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊരു ബ്രൗൺ നിറമാവുന്നത് വരെ നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കണം. നമ്മൾ സേമിയ നല്ലൊരു ബ്രൗൺ നിറമായി വരുമ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് അട ഇട്ട് കൊടുക്കുകയാണ്. അതും ഇതുപോലെ തന്നെ നന്നായിട്ടങ്ങ് വറുത്തെടുക്കാം. ഇനി അടയും നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാലൊന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 3-ാം പാലാണ്. ഫസ്റ്റ് തേങ്ങയുടെ 3-ാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2.5 കപ്പ് അളവിന് എടുത്തിട്ടുണ്ട്. അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 തേങ്ങയുടെ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ 3-ാം പാലാണ് ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വെന്ത് ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്ന 2 വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ നിങ്ങൾ 3 എണ്ണം എടുക്കുക. അതും ഒരു 2.5-3 കപ്പോളം വരും. അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടങ്ങ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര, അതിൽ നിന്ന് ഞാൻ കുറച്ചാണ് കേട്ടോ അരിച്ചെടുത്തിട്ടുള്ളത്. മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ഒരുമിച്ചങ്ങ് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ അതിൻ്റെ പകുതിയെ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് മധുരമായി നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടങ്ങ് തിളച്ച് വരുന്ന നേരത്തെ നമുക്കിതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ആ കൂട്ടുകളെല്ലാം കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ ഒരു പായസത്തിന്. നിങ്ങൾ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് കണ്ടതിന് ശേഷം. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിലുള്ള കട്ടകളൊക്കെ അങ്ങ് ഉടച്ചു കൊടുക്കണം. നമ്മളിതിൽ കുക്കറിൽ അടിച്ചത് കൊണ്ട് വെന്തിട്ട് ഇതുപോലെ ആയിട്ട് ഇരിപ്പുണ്ട്. അത് ഇങ്ങനെ കറക്കി നന്നായിട്ടങ്ങ് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ചുകൂടി ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ചുക്കിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല. നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ചുകൂടി ചുക്കുപൊടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 പാൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 കപ്പ് അളവിന് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇച്ചിരി അങ്ങ് ടേസ്റ്റ് ചെയ്ത സമയത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും നമുക്കിതുപോലെ അങ്ങ് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള സേമിയയും അടയൊക്കെ നന്നായിട്ട് ഇപ്പോൾ വെന്തിട്ടുണ്ട്. എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. കുറവുണ്ടെങ്കിൽ ബാക്കിയിരിക്കുന്ന ശർക്കരയിൽ നിന്ന് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പിന്നെ ചേർത്ത് കൊടുത്തില്ല. നല്ലൊരു മധുരമുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിനാണ് കിട്ടേണ്ടത്. നമ്മൾ അങ്ങ് ഒരുപാട് ഉടഞ്ഞു പോയാൽ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ കിടക്കണം. എന്നാൽ വെന്തിരിക്കുകയും വേണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പായസം ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ഓണം സ്പെഷ്യൽ പായസം ഇവിടെ റെഡിയാണ്. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ ബൈ.